ഈ യാത്ര പെരുമ്പളം ദ്വീപിലേക്കാണ്. നമുക്കെല്ലാം അറിയാം, ഈ അടുത്തിടെയാണ് പെരുമ്പളം പാലം നാടിന് സമർപ്പിച്ചത്. 100 കോടി ചെലവിൽ ഒരു പാലം 12,000 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ തുരുത്തിലേക്ക് നിർമ്മിക്കുക എന്നുള്ളത് സാധാരണ ആരും ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം എപ്പോഴും പ്രോഫിറ്റ് ലോസ് നോക്കിയിട്ടാണല്ലോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഇവിടെ അതൊന്നും നോക്കാതെ 100 കോടി മുടക്കി ഒരു നാട്ടിലേക്ക്, ഒരു തുരുത്തിലേക്ക് ഒരു പാലം വരുമ്പോൾ അതൊന്ന് കാണണം എന്ന് ഞാൻ വിചാരിച്ച് പോയതാണ്. ചെന്നപ്പം ഇഷ്ടംപോലെ ആൾക്കാർ പാലത്തിൽ. മനോഹരമായ പാലം. ധാരാളം ഈ പാലത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് ധാരാളം ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ആ പാലത്തിൽ ചിലവഴിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ആ ഡ്രൈവ് മുന്നോട്ട് കൊണ്ടുപോയി. ഇത്രയും സ്പീഡിലൊന്നും അല്ല ഞാൻ വണ്ടി ഓടിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ സ്പീഡ് ഇത്തിരി കൂട്ടിയിട്ടേക്കുന്നതാണ്. 1-1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാലം. നല്ല രസമുള്ള ഒരു ഡ്രൈവാണ് ആ പാലത്തിൻ്റെ മുകളിലേക്കൂടെയുള്ള ഡ്രൈവ്. ഈ ലക്ഷദ്വീപിലൊക്കെ പോയപ്പോൾ അവിടെ കിട്ടിയ ഒരു ഫീലായിരിക്കാം എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഇത് അധികം നമ്മുടെ മെയിൻ ലാൻഡിലേക്ക് കണക്ട് ചെയ്യപ്പെടാത്ത ഒരു ദ്വീപായിരുന്നതുകൊണ്ട് തന്നെ ആ ദ്വീപ് ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പാലം ഇറങ്ങിയിട്ട് ദ്വീപിലെ അല്ലെങ്കിൽ പെരുമ്പളം ദ്വീപിലെ നാട്ടുവഴിയിലൂടെ വെറുതെ ഒന്ന് ചുറ്റി വരാം എന്ന് വിചാരിച്ച് വണ്ടി തിരിച്ചു. അപ്പം ഞാനിത് എൻ്റെ ചെറുപ്പകാലത്തിൽ കണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് ശരിക്കും അതൊക്കെ ഓർമ്മ വന്ന ഒരു യാത്രയാണിത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വേലികൾ, നമുക്ക് അതിരിന് വേണ്ടിയിട്ട് മതിലുകളില്ലാത്ത സ്ഥലം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കിതിനകത്ത് വീണ്ടും വീണ്ടും കാണാൻ പറ്റി. എൻ്റെയൊക്കെ നാട്ടിൽ പണ്ട് പരസ്പരം അതിരുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പരന്നു കിടക്കുന്ന ഭൂമി എന്ന് തന്നെയായിരുന്നു. ഏകദേശം അതേപോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം എത്ര മനോഹരമായിട്ടാണ് ഈ ദ്വീപ് നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഈ ഒരു പാലത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വരാൻ പോകുന്ന വികസനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. എങ്കിൽ പോലും ഈ ഒരു നാട് എത്ര മനോഹരമായിട്ടാണ് ആ നാട്ടുകാർ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ശരിക്കും അഭിമാനം തോന്നുന്നു. ഈ ഇടയ്ക്ക് പെരുമ്പളം ദ്വീപിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഏകദേശം 9 ലക്ഷം രൂപ മറ്റോ മാത്രമാണ് അവർക്ക് ആകെക്കൂടെയുള്ള നികുതി വരുമാനം. അതുകൊണ്ടാണ് ആ ഗ്രാമ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു പോരേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇനിയും ഏറെ സാധ്യതകളുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും ടൂറിസത്തിൻ്റെ പേരിലുള്ള വികസനങ്ങൾ വന്നേക്കാം. കുറച്ചൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവർക്ക് വേണ്ട നല്ല ഒരു സ്ഥലം കണ്ടെത്തി, വളരെ തിരക്കിൽ നിന്നൊക്കെ മാറി, നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിൻ്റെ ശാന്തതയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു സ്ഥലം ഒരു പക്ഷേ ഇവിടെ കണ്ടെത്താൻ പറ്റിയേക്കാം. അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് ഇനിയും ഇടമാകേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ഗ്രാമം അതിൻ്റെ എല്ലാ നിഷ്കളങ്കതയോടും കൂടി അങ്ങനെ പരിപാലിക്കപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെറിയ ചെറിയ അവർക്ക് വേണ്ട ആവശ്യമുള്ള കടകളും കാര്യങ്ങളും മാത്രമാണ്. 2 വണ്ടികൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് വളരെ സുഗമമായി ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും പറ്റാത്ത അത്ര വീതിയെ ഇപ്പോൾ ആ സ്ഥലത്തുള്ളൂ. ഇന്നത്തെ ആവശ്യത്തിന് അത് മതിയാവും. ഒരു പക്ഷേ നാളെ ആ വഴിക്കൊക്കെ വീതി കൂടേണ്ടി വന്നേക്കാം. എങ്കിലും വളരെ നല്ല ഒരു ഗ്രാമ അന്തരീക്ഷം നമുക്ക് തന്നൊരു യാത്രയാണത്. ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ ഏറുമാടങ്ങൾ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ അധികം വണ്ടികളില്ലാത്ത, ജനങ്ങളൊക്കെ മിക്കതും ആ വീടിന് വെളിയിലൊക്കെ വന്ന് വിശ്രമിക്കുന്ന, വളരെ സ്വാഭാവികമായ രീതിയിൽ അവർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴത്. ഒരു പക്ഷേ ഈ ഒരു പാലത്തിൻ്റെ വരവോടുകൂടി കൂടുതൽ ആൾക്കാരുടെ ഒഴുക്ക് ഇങ്ങോട്ടുണ്ടായേക്കാം. 2000-2500 പേരോളം
ഇവിടുന്ന് മാറി താമസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്, ഈ ഗതാഗതം നന്നാകാത്തതുകൊണ്ട്. ഒരുപക്ഷെ അവരൊക്കെ തിരിച്ചു വന്ന് അവരുടെ ജീവിതം വീണ്ടും ഇവിടുന്ന് തുടങ്ങിയേക്കാം. എന്താണെങ്കിലും ഇത്ര മനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് 100 കോടി മുടക്കി ഒരു പാലം നിർമ്മിച്ചത് യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഈ ഗ്രാമം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഈ ചേർത്ത് പിടിക്കലിന് നമ്മളെല്ലാവരും കാരണക്കാരാണ്. എല്ലാവർക്കും നന്ദി. കേരളത്തിൻ്റെ ചേർത്ത് പിടിക്കലിനെല്ലാം നമുക്ക് കൂട്ടായി നിൽക്കാൻ പറ്റിയതിന് എല്ലാവർക്കും നന്ദി.